ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك أورثناها قوما آخرين فما بكت عليهم السماء والأرض وما كانوا منظرين صدق الله العلي العظيم അല്ലാഹുവിന്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികളെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിച്ച് അള്ളാഹുവിന്റെ പ്രീതി, അതായത് ശാശ്വതമായി എന്നെന്നും നിലനിൽക്കുന്ന സ്വർഗത്തിലെ തന്നെ മഹോന്നതമായ പദവി അത് നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം, ഈ ഭൂമിയിൽ നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ഇസ്ലാമികമായ പ്രവർത്തനമെന്ന് പറയുന്നത്. ഭൂമുഖത്തുള്ള സകല ചരാചരങ്ങളും അതിന് ദാഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളും കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം സന്ദർഭത്തിൽ ഇത് ഏൽപ്പിക്കപ്പെട്ട ജനത അത് നിർവഹിക്കാതെ പോയി കഴിഞ്ഞാൽ അതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് തിരിച്ചറിയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതായിട്ടുണ്ട്. പട്ടിണി ഒരു ദുരന്തമാണ്. അതേപോലെ ജീവിത വിഭവങ്ങൾ കിട്ടാതെ മനുഷ്യൻ മരിച്ചൊടുങ്ങുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ദുരന്തങ്ങളും തന്നെയാണ്. പക്ഷെ ഇതൊക്കെ സംഭവിച്ചാലും മനുഷ്യൻ മരിച്ചു പോകുമെന്നേ സംഭവിക്കുവാനുള്ളൂ. പട്ടിണി കിടന്ന് ദാരിദ്ര്യമൊക്കെ സഹിച്ച് മനുഷ്യനങ്ങ് മരിച്ചൊടുങ്ങി പോകുമെന്നേ വരികയുള്ളൂ. പക്ഷേ മനുഷ്യന് ഹിദായത്ത് ലഭ്യമല്ലാതെ പോയാൽ ആ മരണത്തോടുകൂടി അവരുടെ ദുരിതം അവസാനിക്കുന്നില്ല എന്നതാണ് വളരെ വലിയൊരു സംഭവം. അതാണ് പ്രവാചകനെ വല്ലാതെ വേട്ടയാടിയത്. ഇതെങ്ങാനും കിട്ടാതെ പോയി കഴിഞ്ഞാൽ ഒരു ജനതയുടെ അവസ്ഥ എന്താണ്? 17 തവണ ആവർത്തിച്ച് ഉറപ്പിക്കേണ്ട ഒരു സംഗതിയെക്കുറിച്ച് ബോധമില്ലാതെയാണല്ലോ അധിക ജനങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു വേദന, പ്രയാസം. എന്നാൽ ഇതെങ്ങാനും ലഭ്യമായാലോ, ഹിദായത്ത്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന ഏറ്റവും ചൊവ്വായ വഴി എങ്ങാനും ഒരാൾക്ക് കൃത്യമായി കിട്ടിക്കഴിഞ്ഞാലോ അയാളെ സംബന്ധിച്ചിടത്തോളം ഭൂമുഖത്തെ ഒരു ദുരന്തവും ഒരിക്കലും ഒരു ദുരന്തമല്ല.
എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഈ സത്യം, ഇതാണ് സത്യം എന്നത് പറഞ്ഞു കൊടുക്കുവാനുള്ള ആളുകൾ അവരൊരു പ്രത്യേക അവസ്ഥയിലാണ് ഇന്ന് ബാംഗ്ലൂരിൽ ഉൾപ്പെടെ കണ്ടുവരുന്നത്. വലിയ വലിയ സൗകര്യങ്ങളിൽ മേൽ സൗകര്യങ്ങൾ, വലിയ വലിയ സമ്പാദ്യങ്ങൾ, മണിമേടകൾ ഒക്കെ പണിത് ഇസ്ലാം ദീന് എന്ന് പറയുന്നത് ഏതോ 4 ആളുകൾ കൊണ്ടു നടക്കേണ്ട, നമുക്കൊന്നും അങ്ങനെ കയറി ചെന്ന് കാര്യങ്ങൾ ഏറ്റെടുത്ത് നേതൃത്വം കൊടുത്ത് ചെയ്യാൻ പറ്റേണ്ട ഒന്നുമല്ല. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആളുകളാണ്. അവർക്ക് പറ്റിയവരുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം. അല്ലാതെ ഇപ്പോ ബിലാലിനെ പോലെ, അമ്മാറിനെ പോലെ, അങ്ങനെ പോലെ ഒരുപാട് ആളുകളുടെ കൂട്ടത്തിലൊക്കെ ഞാനും എന്ന കോലത്തിൽ മാറി നിന്നുകൊണ്ട്, എന്നാൽ അത്തരം ആളുകളെങ്ങാനും കടന്നു വരികയാണെങ്കിലോ ഒരുപാട് സാധ്യതകളാണ്. സമാനമായ ഒരുപാട് ആളുകളെ ചേർത്ത് പിടിക്കുവാനും അവരെ ഈ പ്രവർത്തന വൃത്തത്തിലേക്ക് കൊണ്ടുവരുവാനും ഒരുപാട് ആളുകളെ ആകർഷിക്കുവാനും കഴിയുമായിരുന്നു. പക്ഷേ സാധ്യമല്ല, വരില്ല. നിന്നിടത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇങ്ങനെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുമുണ്ട് ആളുകൾ. മുസ്ലിം സമുദായത്തിനകത്ത് മാത്രമല്ല, ഓരോരോ സമുദായത്തിലും ഇങ്ങനെ ആളുകളുണ്ട്. അവർക്കറിയാം ഏകദൈവത്വമാണ് ശരിയെന്ന്. ഒരുപാട് 33 കോടി ദൈവങ്ങളല്ല ശരി, അതെന്തായാലും നടക്കുകയില്ല, അത് സാധ്യമല്ല എന്ന് അവർക്കറിയാം. എന്നാൽ ഏകദൈവത്വം, അതിനാണ് സാധ്യതയുള്ളൂ. പക്ഷെ ആ ഏകദൈവത്വം കിട്ടിയ അവിടെ നിന്നൊന്ന് അതിനെ പിൻപറ്റി അതൊന്ന് സ്ഥാപിച്ചെടുക്കുവാൻ വരാൻ അവർ സന്നദ്ധമല്ല. മുഖം തിരിച്ച് കളയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് താല്പര്യമുള്ളിടത്ത് അവർ കൂടുന്ന ഒരു പ്രകൃതമാണ്. എവിടെയാണോ താല്പര്യമുള്ളത് അവിടെ കൂടി തങ്ങളുടെ താല്പര്യത്തിന് അനുഗുണമാക്കി അതിനെ കൂടെ മാറ്റിയെടുത്ത് അതിന് അങ്ങനെ ഒരു ജീവിതം നയിച്ചുകൊണ്ട് മരിച്ചു പോകുന്ന ഒരവസ്ഥ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഗൗരവത്തോടു കൂടി കാണാം. ഇത്തരം ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഏത് ആളെയും സ്വാധീനിച്ചു കളയും. അവരുടെ സൗകര്യങ്ങളും വിഭവങ്ങളും അവരുടെ ആർഭാടങ്ങളും ഒക്കെ കണ്ടിട്ട് ഫറോവയെ നോക്കി പറഞ്ഞതല്ല, ഹാറൂനെ നോക്കി പറഞ്ഞതുപോലെ ആളുകൾ അധികവും പറഞ്ഞു പോകും. അതാണ് സൗകര്യം, അതാണ് വിഭവം, അതാണ് ജീവിതം, അവരൊക്കെയാണ് ഇതിന്റെ പൊസിഷനിലുള്ള ആളുകൾ, അവരൊക്കെയാണ് ആദരിക്കപ്പെടേണ്ടവർ എന്ന്, ബഹുമാനിക്കപ്പെടേണ്ടവർ അവരൊക്കെയാണ് എന്ന് പറയുന്നൊരവസ്ഥ അധിക ജനങ്ങൾക്കും സംഭവിച്ച് പോവുക തന്നെ ചെയ്യും. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മളുടെ തലമുറയെ സംബന്ധിച്ചിടത്തോളം, മക്കളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇത് ഗൗരവത്തോടു കൂടി കാണാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടത്. എൻ്റെ മക്കളൊന്നും അത്തരം ആളല്ല. പ്രവാചക ദൗത്യമാണ് ഭൂമിയിൽ നടക്കേണ്ടതെന്നും ഇനി പ്രവാചകന്മാർ വരാനില്ല എന്നും ഈ ദൗത്യം മൊത്തം വിശ്വാസികളുടെ ബാധ്യതയാണ് എന്നും ഈ ഇസ്ലാം ദീന് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഓരോരുത്തരുടെയും ഓരോ മനുഷ്യന്റെയും അവകാശമാണ് എന്നും ഈ അവകാശം അവർക്ക് ലഭ്യമല്ലാതെ പോയി കഴിഞ്ഞാൽ അതീവ ഗൗരവമായത് വിചാരണ ചെയ്യപ്പെടുമെന്നും ആ വിചാരണയിലെങ്ങാനും പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് എന്തുണ്ടായാലും, എന്ത് തന്നെ സദഖദാന ധർമ്മങ്ങളൊക്കെ ധാരാളം ചെയ്താലും ഈ ദൗത്യത്തിൽ നമ്മൾ പരാജിതരായി പോയി കഴിഞ്ഞാൽ, ഈ കർമ്മ നിർവഹണത്തിൽ, സത്യസാക്ഷ്യത്തിന്റെ നിർവഹണത്തിൽ നമ്മളെങ്ങാനും പെട്ടുപോയി കഴിഞ്ഞാൽ അതാണ് പെടൽ, യഥാർത്ഥ പെട്ടുപോവൽ. അന്നാര് നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു, അതെത്ര വിജയം എന്ന ഒരു യാഥാർത്ഥ്യബോധം ആവർത്തിച്ച് കുടുംബങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ, അത്തരം കൂട്ടായ്മയിലേക്ക് നമ്മളുടെ കുടുംബങ്ങളെയും സന്താനങ്ങളെയും കൂട്ടി നിരന്തരമായി വന്നുകൊണ്ടിരിക്കുവാനും അവരിൽ നിന്ന് മുഖം അല്പം പോലും തെറ്റിപ്പോവാതെ അതിൽ അടിയുറച്ചു നിൽക്കുവാനുമുള്ള കഴിവ്, അതാണ് ഈ ഭൂമുഖത്തെ ഏറ്റവും വലിയ മഹത്വം. അതാണ് യഥാർത്ഥ ബാന്ധാവ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. കുറച്ചൊക്കെ അങ്ങോട്ട് ചെയ്ത് അത് മതി എന്ന് വെക്കുന്നത് ഇസ്ലാമല്ല. പടച്ചവനെ ഞാൻ ചെയ്യാൻ ഇനിയും ഒരുപാടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഓർത്ത് കരയുന്ന ഒരു മനസ്സിന്റെ പരമാവധി എന്തൊക്കെ ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റും ദീനിന്റെ മാർഗത്തിൽ എന്നാലോചിച്ചുകൊണ്ട് ഓരോ ദിവസവും എഴുന്നേൽക്കുന്നിടത്തേക്ക് നമ്മൾ വളർന്നു വരേണ്ടതുണ്ട്. അതാണ് എല്ലാ ആഴ്ചയും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നതിന്റെ അർത്ഥമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ദുനിയാവ് മുൻകടക്കും. അതാണ് പ്രശ്നം ഉണ്ടാവും. ദുനിയാവിന് 1-ാം സ്ഥാനം വരും, ദീന് 2-ാം സ്ഥാനത്തേക്കും മാറ്റപ്പെടും. ഇതിനെക്കുറിച്ച് ധാരാളം വിശുദ്ധ ഖുർആനും ഹദീസും പറഞ്ഞാൽ തീരാത്തത്ര
പറഞ്ഞ് മുന്നറിയിപ്പ് നൽകിയത് ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിർമിദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നത് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുൾ ചെയ്തു, എന്താണ്? മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മഹു ജഅലല്ലാഹു ഇനാഹു ഫി ഖൽബി. ഒരാളുടെ ഉദ്ദേശവും ലക്ഷ്യവും പരലോകമങ്ങാനുമായി തീർന്നാൽ, അള്ളാഹുവിന്റെ വിചാരണ, അവിടെയുള്ള വിജയമൊക്കെ ആയിട്ട് അയാളുടെ ഉദ്ദേശവും ലക്ഷ്യവും അതായി മാറിക്കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ അള്ളാഹു ഐശ്വര്യത്താൽ നിറക്കപ്പെടും. അവൻ ഏറ്റവും വലിയ സന്തുഷ്ടനും ഐശ്വര്യവാനുമായിട്ട് അള്ളാഹു അവനെ മാറ്റും. അവന്റെ ചിതറിക്കിടക്കുന്ന പ്രശ്നങ്ങളെ മുഴുവനും അവൻ ഏകീകരിച്ചു കൊടുക്കുകയും ഐഹിക സുഖങ്ങളെ അവന്റെ മുമ്പിൽ മുട്ടുകുത്തിപ്പിക്കുകയും ചെയ്യും. ഇതാണ് അള്ളാഹു അവന്റെ പ്രതിഫലമായി നൽകുക. എന്താണ് അവൻ ചെയ്യേണ്ട പണി? അവന്റെ ഉദ്ദേശവും ലക്ഷ്യവും പരലോകമാക്കി മാറ്റുക. ഇന്നത് മരിച്ചാൽ ആ പോകുന്ന ലോകം അത് ധന്യമാക്കലാണ്. അതിനു വേണ്ടിയിട്ടാണ് എന്റെ ചിന്ത, അതിനു വേണ്ടിയിട്ടാണ് എന്റെ നോട്ടം, അതിനു വേണ്ടിയിട്ടാണ് എന്റെ സംസാരം, എന്റെ ഓരോരോ സെക്കൻഡുകളും അതിന് മാത്രമാണ് എന്ന കോലത്തിൽ, അതിൽ നിന്ന് ഒരു നിമിഷം പോലും പിന്മാറാൻ ഞാൻ സന്നദ്ധമല്ല എന്ന കോലത്തിലാണ് അവൻ തയ്യാറാവണം. അള്ളാഹു അവൻ അങ്ങനെ തന്നെ ആക്കി കൊടുക്കുക തന്നെ ചെയ്യും. അള്ളാഹു അതിന് കഴിവുള്ളവനാണ്, അങ്ങനെ ആക്കി കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അല്പം ഒന്ന് തെറ്റിയാലോ, റസൂൽ സാഹസം പറഞ്ഞു, ആയിഷ അള്ളാഹുവിന്റെ 2 വിരൽത്തുമ്പുകൾക്കിടയിലാണ് മനുഷ്യന്റെ ഹൃദയം, അതൊന്നങ്ങോട്ട് ചരിച്ചാലോ അതൊന്ന് ദുനിയാവിലേക്ക്, ആഖിറം വിട്ടിട്ട് ദുനിയാവിലേക്ക് ഒന്ന് മറിച്ചാലോ എന്തായിരിക്കും ആയിഷ എന്റെ അവസ്ഥ എന്ന് ഓർത്തുകൊണ്ട് വിതുമ്പിയ പ്രവാചകനാണ് ഈ പറയുന്നത്. നമ്മളെങ്ങാനും മരണവും മരണാനന്തര ജീവിതവുമാക്കി നമ്മളെങ്ങാനും മാറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളെയും അവൻ ഏകീകരിച്ച് ഏറ്റവും നല്ല സംതൃപ്തനും സന്തോഷവാനുമാക്കി ജീവിത സുഖങ്ങളെ അവന്റെ മുമ്പിൽ മുട്ടുകുത്തിപ്പിച്ചു തരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും മാത്രമല്ല, ഇതൊക്കെ പരലോക ചിന്തയിലൂടെ അതിലേക്ക് അങ്ങോട്ട് കടന്ന് മുന്നോട്ട് പോയാൽ മാത്രം അനുഭവിച്ചറിയാവുന്ന കാര്യമാണ്. ഇത് ഇപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് തിരിയില്ല. ആ തിരിയിലാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് തിരിയുന്നില്ലെങ്കിൽ നമുക്ക് പ്രശ്നമുണ്ടെന്നാണ് പ്രവാചകൻ ഈ പറയുന്ന കാര്യങ്ങൾ തിരിയുന്നില്ലെങ്കിൽ നമുക്കെന്തോ പ്രശ്നങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ മറിച്ച് ആരെങ്കിലും ആയി കഴിഞ്ഞാൽ വമൻ കാനത്തി ദുനിയാ ഹമ്മഹു ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി വഫറക അലൈഹി ശംലഹു വലം യഅതിഹി മിനദ് ദുനിയാ ഇല്ലാ മാ ഖുദ്ദിറ ലഹു. പ്രവാചകൻ പറയണം, എന്നാൽ ഐഹിക നേട്ടമാണ് ഒരാൾ ലക്ഷ്യം വെച്ചത്. ദുനിയാവിൽ അങ്ങനെ ആയില്ലല്ലോ, അങ്ങനെ ആക്കിയില്ലല്ലോ, അങ്ങനെ കിട്ടിയില്ലല്ലോ എന്ന ദുനിയാവുമായി ബന്ധപ്പെട്ട ചിന്തയും അതുമായി ബന്ധപ്പെട്ട കാര്യവുമാണ്. അതാണ് അയാൾ ലക്ഷ്യമാക്കിയത്. പരലോകവും മരണവും പകരം ഇതാണ് ലക്ഷ്യം വെച്ചത് എങ്കിൽ അള്ളാഹു അവന്റെ മുമ്പിൽ അവശത ഉണ്ടാക്കുന്നതാണ്. എത്ര മഹോന്നതനാണെങ്കിലും, ഇപ്പോ അംബാനിയാണെന്നും തോന്നുന്നത്, ഇപ്പോ എന്താണ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പല സ്ഥാപനങ്ങളും കണ്ടുകെട്ടിക്കൊണ്ടും റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ ആക്രകാരണമാണ് സർക്കാരിന്റെ ഭരണകൂടത്തിന്റെ തന്നെ ഫണ്ടിൽ ഒരുപാട് അഴിമതിയും കൃത്രിമവും നടത്തി എന്ന് പറഞ്ഞ് ED എന്തിന്റെ പേരിലാണെങ്കിൽ പല കാരണങ്ങൾ ഉണ്ടാവാം. എന്തായാലും ആ അർത്ഥത്തിൽ എത്ര വലിയവനാണ് എങ്കിലും അവന്റെ പേരിൽ ആവശ്യത ഉണ്ടാക്കും. വിജയ് മല്യ എന്ന് പറയുന്ന കിങ്ഫിഷർ ബ്രാൻഡി ഷോപ്പിന്റെ ഒക്കെ മുതലാളി, വല്ല ഫ്ലൈറ്റും സംവിധാനമൊക്കെ ഉള്ളവൻ തൊലഞ്ഞത് എവിടെയാണെന്ന് അറിയാത്ത പോയത് അവര് മാത്രമല്ല, താഴേക്കിടയിലുള്ള ആൾക്കും അങ്ങനെയാണ്. നമ്മൾ ഈ ചെറ്റക്കുടിയിലൊക്കെ ഉള്ള, ചെറ്റക്കുടിയിൽ എന്ന് പറഞ്ഞാൽ ചെറിയ കുടിയിലാണ്, ചെറ്റക്കുടിയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുമെന്നുള്ളത്. ഏതായാലും അവിടെയുള്ള ആൾക്ക് വരെ അയാളുടെ ചിന്ത എങ്ങാനും എവിടേക്കായി കഴിഞ്ഞാൽ അയാൾ ഈ ദുനിയാവാണ് അവിടുത്തെ സംഗതിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ അയാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും അവന്റെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവശത ഉണ്ടാക്കി കൊടുക്കും. അങ്ങോട്ട് ചെല്ലുമ്പോ എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ചെല്ലുമ്പോ മൂപ്പരിങ്ങനെ അവശത പറയുന്ന ഒരവസ്ഥ കാണാൻ സാധിക്കും. സക്കാത്തിന് നമ്മൾ 2 അവകാശികൾ മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പോരാട്ടോ, 8 അവകാശികളുണ്ട്, ഞങ്ങൾ അത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 8 അവകാശികളുടെ അവകാശവും കൂടെ വിട്ടുതരാൻ വേണ്ടി സംഘടിതമായ സംരംഭത്തിലേക്ക് നിങ്ങൾ വരണം എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ സ്വയം ഒരു പ്രൊജക്ട് ഏറ്റെടുത്തതുണ്ട്, മറ്റൊരു പ്രൊജക്ട് ഇവിടെ ഉണ്ട്, മറ്റൊതൊന്നും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് മൂപ്പരിങ്ങനെ അവശത, അതൊക്കെ ഇനി കൊടുക്കാൻ കുടിശ്ശികയുണ്ട്, ബാക്കിയാണെന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പരിങ്ങനെ അവശത പറയുന്നത് കാണാം. കോടികളുടെ ആസ്തിയുള്ള മനുഷ്യനാണ് ഈ അവശത പറയുന്നത്. ഞാൻ ഇതിലൂടെ എന്റെ കണക്കൊന്ന് കൂട്ടിയിട്ടതും കൊടുക്കട്ടെ, അങ്ങനെ എന്നോട് ചോദിക്കപ്പെട്ടല്ലോ. ആ ചോദിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ തന്നെയാണ്. അവർ കൃത്രിമം കാണിക്കുന്നവരെല്ലാം എന്ന് ബോധ്യപ്പെട്ടാൽ ഒരു വലിയ വിഹിതം തന്നെ എടുത്തു കൊടുക്കാൻ പറ്റും. പക്ഷേ
അയാൾ ഇങ്ങനെ അവശത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, എത്ര സമ്പന്നനാണ് എങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുമ്പിൽ അവശത ഉണ്ടാക്കുന്നതാണ്. അവന് ഏകാഗ്രത കൈവരുന്നതല്ല, അവന് ഒരു ചിന്നി കിടക്കുന്ന ഒരവസ്ഥ അവനിൽ ഉണ്ടാക്കപ്പെടുകയും ഐഹിക സുഖത്തിൽ നിന്ന് അവന്റെ വിഹിതത്തിലധികം അവന് നേടാനും സാധിക്കൂല. അള്ളാഹ് അവൻ ഏകിയത് അവന് നേടാൻ കഴിയും. അതിന്റെ അപ്പുറം ഒന്നും ഇതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ആഖിറത്തിലേക്ക് ചിന്തിച്ചില്ല എന്ന് കരുതി ദുനിയാവ് മാത്രം ചിന്തിച്ചതിന്റെ പേരിൽ അള്ളാഹു നിശ്ചയിച്ചതല്ലാത്ത ഒരു ഇഞ്ചും അവന് നേടുവാനും സാധ്യമല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ നമ്മെ അറിയിക്കുന്നത്. വലം യഅ്തിഹി മിനദ് ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു. ഐഹിക സുഖത്തിൽ നിന്ന് അവന്റെ വിഹിതത്തിൽ നിന്ന് അധികം ലഭിക്കുന്നതോ അല്ല. അള്ളാഹു നിശ്ചയിച്ചതിന് അപ്പുറത്തേക്ക് ഒന്നും നേടുക സാധ്യമല്ല എന്നാണ്. എന്നിട്ട് അവനെ എങ്ങനെയാക്കി മാറ്റും? ഫലാ യുംസി ഇല്ലാ ഫഖീറ വലാ യുസ്ബിഹു ഇല്ലാ ഫഖീറ. അവൻ വൈകുന്നേരമാക്കുകയില്ല ദരിദ്രനായിക്കൊണ്ടല്ലാതെ. ഈ സമ്പന്നനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്. ഈ സമ്പന്നനെ കുറിച്ച് മനുഷ്യൻ ഒരു പ്രശ്നം ഉണ്ടായാൽ മതിയല്ലോ, ബാക്കി എത്ര സുഖം ഉണ്ടായിട്ടും കാര്യമില്ല. മനുഷ്യന്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്. അവനെ ദരിദ്രനാക്കിക്കൊണ്ടല്ലാതെ അവനെ വൈകുന്നേരമാക്കുകയില്ല. അവന് ദരിദ്രൻ ചിന്തയോടുകൂടിയല്ലാതെ അതില്ലല്ലോ ഇതില്ലല്ലോ മറ്റവർക്കൊക്കെ അതുണ്ടല്ലോ ഇതും കൂടെ വേണ്ടതുണ്ടല്ലോ, അവിടെ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഞാൻ എന്ത് ചെയ്യും, ആരെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ദാരിദ്ര്യം പറയുന്ന ഒരവസ്ഥയിലല്ലാതെ അവനെ നേരം പുലർപ്പിക്കുകയുമില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സാഹിബ് പറയുന്നത് കാണാൻ സാധിക്കും. രണ്ടവസ്ഥയിലും അവൻ ഫക്കീറാണ്. അർത്ഥത്തിലേക്ക് അവനെ മാറ്റും. അതായത് സമ്പത്തുണ്ടായിരിക്കത്തൻ അത്ഭുതകരമായ ഒരു കെണി അവന് വേണ്ടി അള്ളാഹു ഒരുക്കും. അതാണ് ആഖിറത്തിലേക്ക് ചിന്ത മാറ്റാതെ അവൻ പോലും അറിയാതെയായിരിക്കും ആ കെണി ഒരുക്കുക. അതേപോലെ തന്നെ ഇക്കാര്യം ആർക്കേ മനസ്സിലാവുകയുള്ളൂ, മനസ്സിലാക്കാൻ ഹിദായത്തുള്ളവന് മാത്രമേ സാധിക്കുള്ളൂ. അതാണ് ഖാറൂനെ നോക്കി എല്ലാവരും പറഞ്ഞു പോയല്ലോ. പറഞ്ഞ ആളുകളൊക്കെ ലഭ്യരാക്കിക്കൊണ്ട് ഖാറൂനെ ആഴ്ത്തിക്കളഞ്ഞു. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഖാറൂൻ വലിയ മുതലാളി തന്നെയായിരുന്നു, ഇന്നത്തെ പറയത്തക്ക മുതലാളി തന്നെയാണ്. ആ മുതലാളി ഈ കാലഘട്ടത്തിൽ ഉണ്ടെങ്കിൽ ഏത് മുതലാളിയാണെങ്കിലും അവനെ നോക്കി ഈ ചിന്ത ചിന്തിച്ചവനൊക്കെ അവന്റെ അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാവുക. എന്നാൽ അതല്ല, ഈ പണമൊക്കെ ഉണ്ടല്ലോ ഒരൊറ്റ ശ്വാസത്തുമ്മലാണ് എന്ന് പറഞ്ഞ് തോട്ടക്കാരനെ കുറിച്ച് സൽക്കഹ്ഫിൽ പറഞ്ഞല്ലോ. ആ ഒരു അർത്ഥത്തിലെ ചിന്തയിലേക്ക് അവൻ വന്നിരുന്നുവെങ്കിൽ അവന്റെ സമ്പത്തും സൗഭാഗ്യങ്ങളൊക്കെ വല്ലാത്തൊരു അവസ്ഥമായിരുന്നു. ദീനി വിജ്ഞാനത്തിൽ വലിയ പിശുക്കാണ് മക്കളുടെ കാര്യത്തിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ പിശുക്ക. മദ്രസക്ക് ഫീസ് ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. എന്നാൽ എത്ര 24 കൊല്ലം മുഴുവനും ഭൗതിക വിദ്യാഭ്യാസത്തിന് വിട്ടുകൊടുത്താലും മൂപ്പരിങ്ങനെ അഭിമാനബോധത്തോടു കൂടി അതിനൊക്കെ വലിയ വലിയ ഫീസ് കൊടുത്താലും അഭിമാനബോധത്തോടു കൂടി പറയുന്ന ആ മുതലാളിമാർ പിശുക്കന്മാരായ ദീനിന്റെ മാർഗത്തിൽ പിശുക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്ന ആ ലുബ്ധരായ മുതലാളിമാരുണ്ടല്ലോ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പറഞ്ഞ അത്തരം ആളുകൾ നമ്മൾ അറിയാതെ അവരെ സ്വാധീനിച്ചു കളയും. അവരാൽ സ്വാധീനിക്കപ്പെട്ടു പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് അവരുടെ പണി എന്താണ്? ഇവിടെ കാണാൻ സാധിക്കും, മണിമേടകൾ ഉണ്ടാക്കലാണ്. മണിമേടകളും അരുവികളും ആരാമങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ പദ്ധതി എന്താണ്? അവർ അതിലേക്ക് കടക്കുന്ന ആളുകളെ വളരെ അഭിമാനബോധത്തോടു കൂടിയാണ് അവർ കൈകാര്യം ചെയ്യുക. അവരിങ്ങോട്ട് എന്തിനാ വന്നതെന്ന് ചോദിച്ച് കേൾക്കാൻ തയ്യാറാവുകയില്ല. അവരിങ്ങോട്ട് വിളമ്പും. അങ്ങനെ അവസാനം എപ്പോഴെങ്കിലും ഒരു അല്പസമയം കിട്ടുമ്പോ അള്ളാഹ്, റസൂല്, ഖുർആന് ഒക്കെ ഉണ്ടിട്ടോ, സക്കാത്തൊക്കെ ഇവിടെ ഉണ്ടിട്ടോ, മരണത്തിന്റെ ചില സംഗതികളും ഉണ്ടിട്ടോ എന്ന് പറയാൻ അവസരം കിട്ടിയാൽ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞ് നിന്റെ ഈ വർത്തമാനത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ യാതൊരു പ്രസക്തിയുമില്ല. ഇതാണ് നൂഹ് നബി അലൈഹി സ്വലാം നേരിട്ടത്. 950 കൊല്ലം സ്വന്തം ഭാര്യയിൽ നിന്നും മകനിൽ നിന്നും വരെ നേരിട്ട ഒരു സത്യമാണ്. പരലോകത്തെയും മരണത്തെയും കുറിച്ച് പറയുന്നവനെ 7ാം കൂലിയാക്കി തള്ളുന്ന ആ രീതിയിൽ ആ ചെല്ലുന്നവന് ഒരു സ്വീകരണം കൊടുക്കുവാനോ സ്വീകാര്യത കൊടുക്കുവാനോ സന്തോഷത്തോടു കൂടി മടക്കി അയക്കുവാനോ സന്നദ്ധമാവുന്ന കുറെ ആളുകളുണ്ട്. അവരെ കുറിച്ചല്ല പറയുന്നു, പക്ഷെ അത് അപൂർവം ആളുകളാണ്. ബാക്കി ആളുകളുടെയൊക്കെ സ്ഥിതി എന്താണ്? ഇങ്ങനെ തന്നെയാണ്. എന്നിട്ട് അള്ളാഹു അത്തരം പണക്കാരെ, ബാംഗ്ലൂരിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അത്തരം അതിസമ്പന്നരെ, സക്കാത്തും പോലും സക്കാത്ത് കൊടുക്കാതെ പിന്നെ കൊടുത്തുകൊണ്ട് കാര്യമില്ല. അത് എപ്പോഴും പറയുന്നത്, എട്ടവകാശികൾക്ക് സക്കാത്ത് കൊടുത്താലേ ബാക്കിയുള്ളത് സമ്പത്ത് കൊണ്ടൊന്നും ഒരു ഫലമില്ലല്ലോ. പലിശയിലും ബന്ധമുണ്ടാവും. മുന്നോട്ട് പോയി നോക്കി പരിശോധിച്ചു നോക്കിയാൽ മൂപ്പര് പലിശയിലും വരെ തലയിട്ടിട്ടുണ്ടാവുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോ വിശുദ്ധ ഖുർആൻ ഇത്തരക്കാരെ കുറിച്ചാണ് പറയുന്നത്. അത് ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും അള്ളാഹു പറയുകയാണ്, കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വറഹ്മത്തിൻ കാനൂ ഫിഹാ ഫാകിഹീൻ. ഇവർ നിർമ്മിച്ച എത്രയെത്ര അരുവികളും ആരാമങ്ങളും മണിമേടകളുമാണ് ഇവർ ഉപേക്ഷിച്ചു പോയത്. എത്രയെത്ര മണിമേടകളുമാണ് ഇവർ ഉപേക്ഷിച്ചു പോയത്.
അവർ ആസ്വദിച്ചു പോകുന്ന എന്തെല്ലാം ജീവിത ഐശ്വര്യം എവിടെ നിന്നൊക്കെ കൊണ്ടുവന്നറിയാം. കട്ടിലും കിടക്കയും അതേപോലെ ഫർണിച്ചറുകളൊക്കെ എത്തിച്ച സ്ഥലമൊക്കെ പറയാനുണ്ട്. അത് അന്വേഷിച്ചു പോയതും കണ്ടെത്തിയതും അതിങ്ങോട്ട് എത്തിക്കാനുള്ള പണിയെടുത്തതും അങ്ങനെയൊക്കെ ഉണ്ടാക്കപ്പെട്ട മണിമേട അതേപോലെ വൃന്ദാവനങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് അത് സെറ്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ 1000 നാവിട്ട് അതിന്റെ പിന്നാമ്പുറത്ത് എടുത്ത അധ്വാനങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ആളുകൾ, അവരൊക്കെ കുറിച്ചല്ലേ പറയുന്നത്. അവർ ഇസ്ലാമിക പ്രവർത്തകരാണെങ്കിൽ ഓക്കെ, രാവും പകലും ഇസ്ലാമിന്റെ മുന്നണി പോരാളികളായി നിന്നുകൊണ്ടാണ് എല്ലാത്തിലും വിളിക്കുത്തരം ചെയ്തുകൊണ്ട്, അത് പ്രവാചകന്റെ വിളിയാണ്. ഈ വിളിക്കാണ് ഞാൻ ഒന്നാമത് ഉത്തരം കൊടുക്കേണ്ടത്. ഈ വിളി വന്നു കഴിഞ്ഞാൽ മറ്റേ വിളിക്ക് ഞാൻ തിരിയാൻ പാടില്ല. ഇത് ഹിജ്റയുടെ വിളിയാണ്. അതെനിക്ക് നാട് പോയാലും ശരി, എന്റെ വീട് പോയാലും ശരി, എന്റെ എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും ശരി, ഞാൻ തിരിയേണ്ടത് ഇങ്ങോട്ടാണ്. അതാണ് ഞാൻ പ്രതിജ്ഞ ചെയ്ത് തന്റെ താല്പര്യത്തെ പോലും അതിൽ പങ്കു ചേർക്കുന്നവനല്ല എന്ന് പറഞ്ഞ് അള്ളാഹുവാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് സാഷ്ടാംഗ പ്രണാമം നിർവഹിക്കുവാൻ ആജ്ഞാപിക്കപ്പെട്ടവൻ. അവനാണ് ഈ അരുവികളും ആരാമങ്ങളും ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നത്? ആജ്ഞാപിക്കപ്പെട്ടവനാണ് ഇതിൽ മുഖം തിരിച്ച് അങ്ങനെ പോവേണ്ടതാണ്. മനുഷ്യനോട് മുഴുവൻ എന്നാണ് ആജ്ഞാപിച്ചിട്ടുണ്ട്. അവൻ ചെയ്യേണ്ട പണി ഇതാണ്. അതിനു വേണ്ടിയിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാ പറഞ്ഞു. കാരണം ഇതേത് സമയത്തും കൂട്ടിപ്പോകാവുന്ന, ആഫീസ് കൂട്ടിപ്പോകാവുന്ന കാര്യങ്ങളുടെ പിന്നാലെയല്ല നീ കൂടേണ്ടത് എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ബൽ തുഖ്സിറൂനൽ ഹയാത്തദ് ദുനിയ, ഞാൻ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ദുനിയാവിന് മുൻഗണന നൽകരുത്. വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ, ആഖിറമാണ് ഏറ്റവും ഉത്തമമായതും ശാശ്വതമായതും എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊല സുഹുഫി ഇബ്രാഹിം വ മൂസ. രണ്ട് ജനതയെ അവിടെ പരാമർശിച്ചു. ജൂത സമൂഹം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജനത. അതിൽ ക്രിസ്ത്യാനികളും പെട്ടേക്കാം, അല്ലെങ്കിൽ മുസ്ലിം ഇസ്ഹാക്കിന്റെയും ഇസ്മായിലിന്റെയും പരമ്പരയിൽപ്പെട്ട ജനതയോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് താക്കീതായി ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നൊന്ന് പറയുമ്പോ, എന്നിട്ടും അവർ ഈ മണിമേടകൾക്ക് 1ാം സ്ഥാനം കൊടുത്തുക വഴി എന്ത് സംഭവിക്കുന്നു? എത്ര ആണ് ഉപേക്ഷിച്ചു പോകുന്നു. ഇപ്രകാരമാകുന്നു അവർക്കുണ്ടായ പര്യവസാനം. നാം ആവട്ടെ മറ്റൊരു ജനതയെ ഈ വസ്തുക്കളുടെ മുഴുവനും അവകാശികളായി മാറ്റുന്നു. ആധാരം മാറ്റപ്പെടുന്നു. ഇതുവരെ അദ്ദേഹത്തിന്റെ അടുത്താണ് ആധാരം ഉണ്ടായിരുന്നത്. ഇപ്പൊ എന്താണ്? നിസ്കരിക്കാത്ത ഒരു മോനാണ് തലമുറ. അവൻ ഉടനെ തന്നെ വാപ്പ മരിക്കാൻ നിൽക്കുകയാണ്. അവൻ കണ്ടുവച്ച കുറെ സംഗതിക്ക് വേണ്ടി അവൻ എഴുതി പണയം കൊടുത്തു. ഈ വാപ്പ എങ്ങനെ കൊണ്ടുനടന്നിരുന്നു. ഇതിനേക്കാളും വാപ്പ എങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ കൊട്ടാരം അവൻ കാണുമല്ലോ. ആ കൊട്ടാരത്തിന് വേണ്ടി ഇതെന്ത് ചെയ്തിരിക്കുന്നു? വേറെ ആളുകൾക്ക് വേണ്ടി അവൻ എന്ത് ചെയ്തു? ആദരവില്ല, ബഹുമാനമില്ല. വാപ്പനെ അതുകൊണ്ട് കൊണ്ടുപോയ രീതിയോടോ അതിന്റെ സമ്പാദ്യ സംഗതിയോടോ ആദരവില്ലാതെ അതൊക്കെ കൈയൊഴിച്ചിട്ട് അവൻ എന്ത് ചെയ്യുന്നു? നമസ്കാരം പോലും ഇല്ലാതെ. നമസ്കാരം എപ്പോഴെങ്കിലുള്ള നമസ്കാരം ഉണ്ടാവട്ടെ, അതിനെ കുറിച്ചല്ല പറഞ്ഞു. കൃത്യമായ നമസ്കാരം പോലും ഇല്ലാത്തവന്റെ കയ്യിലേക്ക് ഈ ആധാരം കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? അതങ്ങോട്ട് കൈമാറുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ വസ്തുക്കളുടെ അവകാശികളാക്കി മാറ്റുന്നു. അവകാശമാണല്ലോ ഈ ആധാരം, പറമ്പ് എന്നൊക്കെ പറയുന്നത്. നമ്മളുടേതാണെന്ന് പറഞ്ഞെടുക്കുന്ന ആ ഒരു സംഗതി എന്ത് ചെയ്തു? മറ്റുള്ളവർക്ക് ഞാൻ കൈമാറുന്നു. എന്നിട്ട് ഇവന്റെ ധാരണ പൊളിച്ചു കളയാണ്. ഇവന്റെ ധാരണ എന്താണ്? ഞാനൊരു സംഭവമാണ് എന്നും, ഞാൻ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടാവുമെന്നും, ഭയങ്കര അനുസ്മരണങ്ങളും അതേപോലെ എന്താണ് കൊടിപൂരണങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് ധാരണ. കാരണം നമ്മളൊരു സംഭവമാണല്ലോ, ഞാനൊരു സംഭവമാണല്ലോ. എന്റെ മരണത്തോടു കൂടി ഇല്ല, അള്ള പറയാൻ ഇല്ല. അതൊക്കെ കാപ്പറ്റ്യത്തിന്റെ ആളുകൾ കൊണ്ട് നടക്കുന്ന ചില ആചാരങ്ങളാണ്. അവന്റെ പേര് പറഞ്ഞിട്ട് കുറെ ആളുകളോട് സ്വാധീനിക്കേണ്ടതുണ്ട്. ഇവനെ പോലെ ആവണം നിങ്ങൾ എന്ന് പറഞ്ഞ് ആ നമസ്കാരം പോലും കൃത്യപ്പെടുത്താത്ത, ഷഹാദത്തുൽ ഹഖിന് പോലും പങ്കാളിത്തമില്ലാത്തവനെ അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിഹാസ്യനാക്കി മാറ്റേണ്ടതുണ്ട്. അവൻ ആദരിച്ച് ബഹുമാനിച്ച്. അങ്ങനെയാണല്ലോ. ഒരു ദിവസം ഇസ്ലാമിന്റെ വിരുദ്ധൻ പോലും മരിച്ചാൽ ഭയങ്കര ജനാവലിയ. ഈ ജനാവലി ഖാറൂനാണ് ഏറ്റവും വലിയ സമ്പത്ത്, അതേപോലെ ഫറോവക്കാണ് ഏറ്റവും വലിയ സമ്പത്ത്. അവര് ഈ ആദരവ് വാങ്ങുന്നതൊക്കെ വലിയ കാര്യമാണെന്ന് ആരും വിചാരിക്കേണ്ട. അവനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കുറെ ആളുകൾ എങ്ങനെയാണല്ലോ, ഈ തൂങ്ങി മരിച്ചവനും മയ്യിത്ത് നിസ്കരിക്കാൻ റസൂല് പറഞ്ഞിട്ടുണ്ട്. വിഷം കഴിച്ച് കുടിച്ച് മരിച്ചവനും മയ്യിത്ത് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവന് പ്രതിഫലം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല അവിടെ കാര്യം. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശിക്ഷയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണോ മൻ ഖതല നഫ്സഹു ഉദ്ദിബ ബിഹി യൗമിൽ ഖിയാം, അവൻ എന്ത് ചെയ്തു? ആരെങ്കിലും സ്വന്തത്തെ വധിച്ചു കളഞ്ഞാൽ അന്ത്യനാളിൽ അവൻ എന്ത് ചെയ്യും? അവൻ ആ വലിയ നാശമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അവൻ അതിനെന്ത് ചെയ്യും? അത് അന്ത്യനാളിൽ അവൻ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. എന്നിട്ട് ആ നരകത്തിൽ അവന്റെ സ്ഥിതി എന്താണ്? ഖാലിദുൻ മുഖല്ലദുൻ ഫിഹാ അബദ എന്നും അവൻ അത് ആ നരകത്തിൽ, ശാശ്വതമായ നരകത്തിലാണ് അവൻ ഉള്ളത്. സ്വന്തത്തെ വധിച്ചു കളഞ്ഞവൻ എന്ന് റസൂൽ ഒരിക്കൽ പറഞ്ഞു. പക്ഷേ അത് സമുദായത്തിൽപ്പെട്ടവനാണെങ്കിൽ നിങ്ങൾ നമസ്കരിച്ചോളൂ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ നമസ്കരിച്ച പുണ്യം നിങ്ങൾക്ക് കിട്ടും.
നിങ്ങൾക്ക് കിട്ടും. ഒരു സമൂഹത്തിൽപ്പെട്ട ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവനാണ് എങ്കിൽ അവന്റെ ഉള്ളുകളിൽ എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. പക്ഷെ റസൂല് വേണ്ട. റസൂല് കടക്കാരന് പോലും മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുമുണ്ട്. തൗബ ചെയ്തവർക്ക് പ്രവാചകൻ പ്രത്യേകം ആ വ്യഭിചാരിയായിട്ട് പോലും ആ വ്യഭിചാരത്തിന് മേൽ എറിഞ്ഞുകൊലവനായിട്ട് പോലും പ്രവാചകൻ നമസ്കരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നമ്മൾ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല. മനുഷ്യന്മാര് കുറെ കരഞ്ഞിട്ടുണ്ടാവും. എനിക്ക് പോയല്ലോ എന്ന് പറഞ്ഞ മക്കളൊക്കെ ചിലപ്പോ എന്ത് ചെയ്തിട്ടുണ്ടാവും, പല സംഗതി. ആകാശവും ഭൂമിയും ഇവന് വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ പോലും കരഞ്ഞിട്ടില്ല. അവർക്കാവട്ടെ അല്പം പോലും മറ്റൊരവസരം ഈ പരലോകത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ട്, ദീനിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് ഞാനൊന്ന് ജീവിച്ചു കളയട്ടെ എന്ന് പറഞ്ഞാൽ ഇല്ല. അങ്ങനെ മറ്റൊരവസരം നാം അവർക്ക് നൽകപ്പെടുന്നതുമല്ല. ദീൻ പഠിപ്പിച്ചിട്ട് പരലോകം നേടാനുള്ള മറ്റൊരു ജന്മം അവർക്ക് നാം പ്രദാനം ചെയ്യുകയുമില്ല. അതുകൊണ്ട് പ്രവാചക പരമ്പരയിലേക്ക് വരിക, അത്തരം കൂട്ടുകാരോടൊപ്പം ഒത്തുചേരുക, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അവിടെ നമുക്ക് പറ്റിയവരുണ്ടോ ഇല്ല എന്നല്ല നോക്കേണ്ടത്. അവരാരാണെങ്കിലും, അത് ഏത് സാധുവാണെങ്കിലും, ഏത് കഴിവ് കുറഞ്ഞവരാണെങ്കിലും, അവനാണ് എന്റെ കൂട്ടുകാരൻ, അവരാണ് എനിക്ക് പറ്റിയവനെന്ന് പറയുന്നിടത്തേക്ക് വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, പലപ്പോഴും തലയില്ലാത്ത തെങ്ങിലാണ് പല ആളുകളും കയറിക്കൊണ്ടിരിക്കുന്നത്, ദീനിന്റെ പേരും പറഞ്ഞു. തലയില്ലാത്ത തെങ്ങ് കയറി നോക്കുമ്പോ ഒന്ന് നോക്കണ്ടേ ഇതിന് വല്ല തലയുണ്ടോന്ന്? അതില്ലാതെ നോക്കൂല. മുപ്പര് ഇങ്ങനെ പറഞ്ഞ് എല്ലാരും കയറുന്നുണ്ട്, ഞാനും കയറി അവിടെ എത്തി നോക്കുമ്പോഴാണ് ഇതിന് തലയില്ലാന്ന് മനസ്സിലാവും. അത്തരം സംഘടനകളാണ് അധികവും തന്നെ ഇസ്ലാമല്ലാത്ത ജാഹിലിയത്തുമായി ബന്ധപ്പെട്ട സകല സംവിധാനങ്ങളും അള്ളാഹു അങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വമൻ ദഅ ബിദഅവൽ ജാഹിലിയത്തി ഫഹുവ മിൻ ജുസാ ജഹന്നം വഇൻ സാമ വസല്ല വസഅമ അന്നഹു മുസ്ലിം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ആരെങ്കിലും ഇസ്ലാമല്ലാത്തതിലേക്കാണ് ജനങ്ങളെ വിളിച്ചതെങ്കിൽ അവൻ ഏറ്റവും വലിയ നാശത്തിലാണ് അകപ്പെടുക. അവൻ നരകത്തിൽ ചെന്ന് അടിയുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. അടിയുന്നുണ്ട് ഒരുപാട് ആളുകൾ, ഈ ചണ്ടി ചപ്പു പോലെ നരകത്തിലേക്ക് അടിയും. ആ കൂട്ടത്തിലാണ് ഇവൻ എന്ത് ചെയ്യുക, ഇസ്ലാമല്ലാത്തതിലേക്കാണ് അവൻ വിളിച്ചത്. അവൻ എത്ര കൊമ്പനാണെങ്കിലും അവൻ ചെന്ന് അടിയുക എന്ന റസൂൽ. ഫഹുവ മിൻ ജുസാ ജഹന്നം, അവൻ നരകത്തിൽ ചെന്ന് അടിയുക. മുസ്ലിം, അവൻ നോമ്പനുഷ്ഠിക്കുകയും നമസ്കരിക്കുകയും ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് എന്ന് നിരന്തരമായി പ്രഖ്യാപിക്കുകയും ചെയ്താൽ പോലും അവൻ വിളിച്ചത് എവിടേക്കാണ്? ഇപ്പൊ നോക്കൂ നിങ്ങൾ, യാഥാർത്ഥ്യം അതാണല്ലോ. ഇന്നിപ്പോ പല സംഘടനകൾ ഇങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും, ഇസ്ലാം വട്ടപൂജ്യം മാത്രമല്ല, വലിയ ദുരന്തമാണ്. വട്ടപൂജ്യമാണെങ്കിൽ അതൊന്നും കിട്ടിയില്ല എന്ന് വെക്കാം, നഷ്ടബോധം. പക്ഷെ പകരം കിട്ടുന്നത് നരകവും കൂടിയാണെങ്കിലോ? ഇപ്പൊ ജനാധിപത്യം എന്ന് പറയുന്നത് ഇസ്ലാമിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടത്, കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസത്തിന് ഉപയോഗപ്പെടുത്തുന്നത് പോലെ, ഹൈന്ദവതക്ക് ഉപയോഗപ്പെടുത്തുന്നത് പോലെ മുസ്ലിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇസ്ലാമിന് വേണ്ടി ജനാധിപത്യത്തെ ഉപയോഗപ്പെടുത്തുക വേണ്ടത്. എന്നിട്ട് ഈ ജനാധിപത്യ സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം? അവർ ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ ആ ഉപയോഗപ്പെടുത്തുന്ന സംഘം വിജയിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക ശറഅ് ഇവിടെ നടപ്പാക്കപ്പെടണം. അതാണ് നടക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഇവനോട് സംഘടിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ജനാധിപത്യത്തിലോ അധിഷ്ഠിതമായ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ഒക്കെ ഉള്ളതുപോലെ ഒരു കൂട്ടുമുന്നണി ഉണ്ടാക്കാനല്ല ഇവരെ ഏൽപ്പിച്ചത്. അങ്ങനെ ആ കൂട്ടുമുന്നണി ഉണ്ടാക്കിയത് കൊണ്ട് ഓനൊന്നും കിട്ടാനും പോകുന്നില്ല. നേരെ മറിച്ച് അള്ളാഹുലധിഷ്ഠിതമായ പരിപൂർണമായും വിധേയപ്പെട്ട പരിപൂർണമായും വിധേയപ്പെട്ട അള്ളാഹുവിന്റെ ഒരു മുന്നണിയാണ് അവനോട് കൽപ്പിച്ചിരിക്കുന്നത്. അത് പ്രകാരം അവൻ ശരീഅത്തിനെ അവന് സാധിക്കും. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ കൈവെട്ടലും കാലുവെട്ടലും അല്ല. നേരെ മറിച്ച് എന്താണ്? ജനങ്ങൾ ഇസ്ലാമിനെ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളുടെ അവകാശങ്ങൾ കൊടുക്കലാണ്. ഇസ്ലാമിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഏത് നിഷേധിക്കും നിരീശ്വരവാദിക്കും അവനുള്ളൊരു അവകാശമുണ്ട്, അത് വകവെച്ചു കൊടുക്കലാണ്, അത് നേടിക്കൊടുക്കലാണ്. വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കലാണ്, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം ഒരുക്കി കൊടുക്കലാണ്. ഇതാണ് ഇസ്ലാമിക ശരീഅത്ത്. അത് ദീനിന്റെ മുന്നിൽ നിന്നുകൊണ്ടായിരിക്കണം. വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാ. ഖുർആൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് ന്യായം അള്ളാന്റെ മാർഗത്തിൽ പടപൊരുതിയായിരിക്കാൻ? ഏതെങ്കിലും പാർട്ടിയുടെ മാർഗത്തിലല്ല, അള്ളാഹുവിന്റെ ദീനിനെ മുന്നിൽ വെച്ചുകൊണ്ട് അതിനെ ഇഖാമത്ത് ചെയ്യുക ലക്ഷ്യമാക്കിക്കൊണ്ട് അതിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് എല്ലാ പ്രവാചകന്മാരും ചെയ്തതുപോലെ ആ ലക്ഷ്യബോധത്തോടുകൂടി നല്ല പ്ലാനിങ്ങോടുകൂടി അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ ഈ അടിച്ചമർത്തപ്പെട്ടവരും അവശരുമാക്കപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പടപൊതിരിക്കാതിരിക്കാൻ നിങ്ങളുടെ ന്യായം എന്താണ്? അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം പറയേണ്ടതുണ്ട്. ഒരുപാട് ആളുകളുണ്ട് ഇവിടെ, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഓരോരോ ഇസങ്ങളിൽ നോക്കും, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടം ഇവിടെ വരില്ല കൂട്ടരെ. അങ്ങനെ പ്രവാചകന് പോലും കഴിഞ്ഞിട്ടില്ല കൂട്ടരെ.
അത് ലക്ഷ്യമാക്കുമ്പോ അങ്ങനെ ആ ലക്ഷ്യമായി അതിന്റെ പേരിൽ ഒന്നിച്ച് മുന്നോട്ട് പോയാൽ അപ്പോൾ മനസ്സിലാവും തലയില്ലായിരുന്നു ഞാൻ കയറിയത്. എല്ലാവരും നമസ്കരിക്കുന്ന ഒരു കാലഘട്ടം ഭൂമുഖത്ത് കൊണ്ടുവരിക സാധ്യമല്ല കൂട്ടരെ, നടക്കുകയില്ല. അള്ളാഹുന്റെ റസൂലിന് സാധിച്ചിട്ടില്ല. അള്ളാഹുന്റെ റസൂലിന് സാധിക്കാത്ത ഒരു കാര്യം നമസ്കാരം. സക്കാത്ത് പോലും പറയാതെ നമസ്കാരവും പറഞ്ഞ് നടക്കുന്ന ആളുകളെ അവർ സമ്പന്നരാണ്, കഴിവുള്ളവരാണ്, വലിയ വലിയ മണിമേടകളും ഫ്ലാറ്റുകളൊക്കെ ഉള്ളവരാണ് എന്ന് കരുതി അവരെ ആ അർത്ഥത്തിൽ അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം ഇവിടെ നിഷേധിക്കപ്പെടുന്നുണ്ട്. നടക്കുകയില്ല, പ്രവാചകന് പോലും നടക്കാത്ത കാര്യമാണ്. അതേപോലെ സമുദായത്തിന്റെ മുഴുവൻ അവകാശങ്ങളും നേടലാണ് ലക്ഷ്യമെങ്കിൽ അത് കിട്ടാൻ പോകുന്നില്ല കൂട്ടരെ. ഓരോ ദിവസവും പൊളിഞ്ഞു പോകും. കാരണം എന്താണ്? സമുദായവാദി നമ്മിൽപ്പെട്ടവനല്ല, സമുദായവാദി നമ്മിൽപ്പെട്ടവനല്ല. പക്ഷപാതി അവൻ അങ്ങനെ മരിച്ചാൽ അവൻ ജാഹിലിയത്താണ് മരിച്ചിരിക്കുന്നത്. പക്ഷപാതി ഒരു പക്ഷപാതിത്വം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് സമുദായത്തിന്റെ അവകാശവും പറഞ്ഞ് നടക്കാനുള്ളവരല്ല. നേരെ മറിച്ച് നിങ്ങൾ ആരാണ്? കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരാ നിങ്ങൾ. അത് മാറ്റിമറിക്കാൻ അനുവദിക്കരുത്. അത് മാറ്റിമറിക്കുന്നതിൽ സമുദായവാദത്തിൽ നമ്മൾ നിന്ന് കൊടുക്കരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, അതീവ ഗൗരവമുള്ള വിഷയമാണ്. ഇതിൽ നിലപാട് സ്വീകരിക്കാതെ എങ്ങാനും മലക്കുകൾ വന്നു കഴിഞ്ഞാൽ, ഉറച്ച പ്രായോഗികമായ നിലപാട് സ്വീകരിക്കാതെ എങ്ങാനും റൂഹിനെ സ്വീകരിക്കാനല്ല വരും കേട്ടോ. അത്തരക്കാർക്ക് സ്വീകരിക്കാനല്ല വരിക, സ്വീകരണമൊന്നും അവർക്കില്ല. നേരെ മറിച്ച് അവനെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ ലംഘിച്ചവൻ എന്താണ്? ആരല്ലാഹു ഇറക്കിയതനുസരിച്ച് വിധി കൽപ്പിക്കുന്നില്ലേ അവനാ കാഫിർ. ആരല്ലാഹു ഇറക്കിയ വിധി ഇവിടെ നടപ്പാക്കുന്നില്ലയോ അവനാണ് മുശ്രിക്, അവനാണ് ഫാസിഖ്. ഇത് ഖുർആനാണ്, ഹദീസ് പോലുമല്ല. ഹദീസാണെങ്കിൽ കുറെ ആളുകൾക്ക് ഒരു പഴുതുണ്ട്. കുറെ ആളുകൾ കേട്ടോ, എല്ലാവരും ഇല്ല, കുറെ ആളുകൾക്ക് ഒരു പഴുതുണ്ട്. അത് ഹദീസാണ് എന്ന് പറയാൻ പറ്റുമായിരുന്നു. ഹദീസ് നിഷേധികളൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും പഴുതില്ല. ഖുർആൻ നിനക്ക് നേരെ പറഞ്ഞു, ആരല്ലാഹു ഇറക്കിയതനുസരിച്ച് വിധി കൽപ്പിക്കുന്നില്ലയോ അവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, ഈ ഒരു ആശയത്തെ, ഈ ഒരു സത്യസാക്ഷ്യത്തെ പ്രവാചകൻ നടത്തിയപ്പോൾ പ്രവാചകന് ലഭിച്ചത് നല്ല തലയുള്ളതെന്നായിരുന്നു. അതാണ് റോമും പേർഷ്യയും. അന്നത്തെ ഏറ്റവും വലിയ തല പ്രവാചകൻ നേടിയെടുത്തു. അതാണ് റോമും പേർഷ്യയും. നല്ല കായികനികളുള്ള, അത് മൊത്തം ജനങ്ങൾക്ക് നൽകാവുന്നത്ര, അതാണ് ഏറ്റവും വിശിഷ്ടമായ ഫലവൃക്ഷം. ജനങ്ങൾക്ക് മുഴുവൻ തണലായി മാറുന്ന അങ്ങനെയുള്ള ഒരു പണ്ഡിതൻ ഇതിനെ കുറിച്ച് ഉദാഹരണം പറയാറുണ്ട്. നിങ്ങളോട് തിരുവനന്തപുരത്ത് എത്താൻ പറഞ്ഞത്, അങ്ങനെ തിരുവനന്തപുരത്ത് എത്താൻ പറഞ്ഞപ്പോ മൂപ്പര് എന്താ വരണ്ടേ? തിരുവനന്തപുരം ബസ് ഉപയോഗിക്കാറുണ്ടേ. പക്ഷെ മൂപ്പര് കയറിയിരിക്കുന്നത് എന്താണ്? ആ ബസ്സിൽ അങ്ങനെ ഉണ്ട്, അപ്പടി ഇപ്പടി എന്ന് പറഞ്ഞ് മൂപ്പര് കയറിയിരിക്കുന്നത് ബാംഗ്ലൂർ ബസ്സിലാണ്. എന്നിട്ട് ബാംഗ്ലൂർ ബസ്സിലാണ് നിങ്ങൾ കയറിയിരിക്കുന്നത്, ഇറങ്ങിയിട്ട് ഇതിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ മൂപ്പര് ഇങ്ങനെ ന്യായീകരിക്കുക. ഇതിലല്ല നല്ല പ്രമുഖർ, നല്ല ആളുകളൊക്കെ ഇവിടെ ഇല്ലല്ലോ, ഇവിടെ സീറ്റൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മൂപ്പരങ്ങനെ ന്യായീകരിക്കുന്നു അതിനെ. അല്ല പടപ്പേ, ഇത് പോണത് അങ്ങോട്ടല്ല, ഇത് അങ്ങോട്ടല്ല എന്ന് പറഞ്ഞാൽ തിരിയായി നട്ടം തിരികെ കടന്നു. എന്നിട്ട് ഭയങ്കര പ്രാർത്ഥന, ദിക്ർ, സ്വലാത്ത്. പക്ഷെ എവിടെ എത്തും? അത് ബാംഗ്ലൂരാക്കുക. തിരുവനന്തപുരത്തുള്ള സൗഭാഗ്യം കിട്ടുകയില്ല. ഇത് പ്രകൃതി നിയമമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് ഈ ഇന്ത്യൻ ജനതയെ ഏകീകരിക്കുവാൻ നിങ്ങൾക്ക് ഇനിയും സാധ്യമല്ലാതെ പോയാൽ നമ്മൾ കോൺഗ്രസ് തന്നെ കിടന്ന് കളിക്കണ ചക്രശ്വാസം നോക്കും. നിങ്ങൾ എല്ലായിടത്തും പോയിട്ട് ഈ വോട്ട് പോയോ ചോരി എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്ത ഇലക്ഷൻ എങ്ങനെ വരികയെന്ന് പറയാൻ പറ്റില്ല. ആ കൊലത്തിലാണ് ഒരു ജനതയെ, ഏറ്റവും വലിയൊരു ജനതയാണ്. കാരണം എന്താണ്? പള്ളി പൊളിക്കാൻ കൂട്ടുനിന്ന് കൊടുത്ത സംഘമാണത്. അതൊക്കെ ഇനി രക്ഷപ്പെടണമെങ്കിൽ പണി പറയണ്ടാവും. അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിന്റെ ഭവനം അത് ചർച്ചാണെങ്കിലും, അത് ഹൈന്ദവ ക്ഷേത്രമാണ് എങ്കിലും, അത് തകർത്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ പ്രത്യാഘാതം വലുതാണ്. ഒരു മുസ്ലിം MP പറയാ, ഇന്നലെ ഞാൻ കേട്ടു, എന്ന് മുതലാണ് ഇന്ത്യയുടെ ദുരന്തം ആരംഭിച്ചത്? ബാബരി തകർന്നതോടുകൂടിയാണ്. അന്ന് മുതലാണ്. കോൺഗ്രസ്സുകാരനാണ്, അതുപോലെ എല്ലാത്തിലും അംഗീകരിക്കുന്ന ആളായി പറയുന്നത്. അന്ന് മുതലാണ് ഈ ദുരന്തം. അതുകൊണ്ട് തിരിച്ചറിഞ്ഞിട്ട് മാറ്റിച്ചവിട്ടണം, അള്ളാഹുലേക്ക് തിരിയണം. വജ്ജഹത്തു, ശരിക്കും ആത്മാർത്ഥമായിട്ട് ഓതാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അത്തരം ഒരു സംഘത്തിന്റെ സമ്മേളനം നാളെ നടക്കുന്നുണ്ട്. പ്രവർത്തകർ ഒരുമിച്ച് കൂടുന്ന ഒരു മഹാസംഗമം നാളെ നടക്കുന്നുണ്ട്. എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി വരിക. എനിക്ക് പറയാനുള്ളതാ, അവരാരെങ്കിലും സംഘടനക്കാരല്ലാത്ത ഒരാൾ വന്നു എന്ന് കരുതി അവിടെ നാട്ടിൽ പറഞ്ഞേക്കണ പ്രശ്നങ്ങളൊന്നുമില്ല. സ്വീകരണം കൂടുതൽ കിട്ടുള്ളൂ. അവിടെ ചെന്നിട്ട് അവിടെ വന്നിട്ട് ഇതിൽ വല്ല കഴമ്പുമുണ്ടോ? ഗാന്ധിജി പോലും ആ ഒരു ബോധത്തെ നേടിയിരുന്നു. ഗാന്ധിജിക്ക് പോലും ആ ഒരു ബോധം ഉണ്ടായിരുന്നു. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ സംഗമത്തിൽ അദ്ദേഹം പങ്കെടുത്തപ്പോ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ, നിങ്ങൾ ആരാണ്? ഭീകരവാദികളുടെ സംഘടനയിലാണോ നിങ്ങൾ പോയി അണിചേർന്നത്? അവരുടെ സമ്മേളനത്തിലാണോ പങ്കെടുത്തതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. അവരെങ്ങാനും ഇനി അടുത്ത തവണ എന്നെ വിളിക്കുകയാണെങ്കിൽ, അവരുടെ സമ്മേളനത്തിലേക്ക് അടുത്ത തവണ എന്നെ വിളിക്കുകയാണെങ്കിൽ, എനിക്ക് വാഹനങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കാൽനടയായി ഞാൻ അവിടെ എത്തിയിരിക്കും.
എന്നിട്ട് അതേ അദ്ദേഹം തന്നെ പറഞ്ഞു, ഉമറിന്റെ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. അതുകൊണ്ട് പേരിൽ അദ്ദേഹം രക്തസാക്ഷിയായ അതിന്റെ പേരിലാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്, മഹാന്മാരുണ്ട്. അതിന്റെ പേരിലാണ് ഗോഡ്സെ അദ്ദേഹത്തെ എഴുതി പോകുന്നത്. ദിശ എവിടേക്കാണ് എന്ന് മനസ്സിലായപ്പോ അതിന്റെ പേരിലാണെന്നും പറയപ്പെടുന്നുണ്ട്. അല്ലാഹു അലം. ഏതായാലും സഹോദരങ്ങളെ സഹോദരികളെ, ഗാന്ധിജിക്ക് തിരിയലെങ്കിലും ഉമർ അള്ളാഹിനെ കുറിച്ച് നമുക്കൊക്കെ മനസ്സിലാവേണ്ടതുണ്ട്. മറ്റതൊന്നും ഉട്ടോപ്യന, മറ്റതൊക്കെ അതൊക്കെ സാധ്യമല്ലാത്തതാണെങ്കിൽ ഇത് യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഇതിന്റെ ഹണികളായി മാറാനേക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.